ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് 2 വലിയ ഉള്ളി, പിന്നെ ഒരു 4 വറ്റൽമുളക്, പിന്നെ 2-3 ഇല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ കോഴിമുട്ട, ഇത്തിരി സുർക്ക വേണം, കുറച്ച് ഉപ്പും വേണം. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ ആവണം, വെള്ളം കൂടരുത്. നല്ല രീതിയിൽ അരച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വേവിച്ച് വെച്ച മറ്റേ എല്ലില്ലാത്ത ചിക്കന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ വേവിച്ച് അതൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച പിന്നെ വേണ്ടത് നമുക്ക് ബ്രെഡോ അല്ലെങ്കിൽ ബെന്നോ അതിൻ്റെ ഒരു പൊടിച്ചെടുക്കുക. ഇതേപോലെ തന്നെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പൊടി കിട്ടും, ആ ഒരു പൊടി. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുക്കുക. അതിനുശേഷം കയ്യിലിട്ടിട്ട് ബണ്ണിൻ്റെ രൂപത്തിൽ വേണം റൗണ്ടിൽ ഉണ്ടാക്കാനിട്ട്. അത് അതേ ഷേപ്പിലൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അതൊന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് 2 ഭാഗം ഒരുമരയെ പൊരിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മയോണീസിൽ നമ്മൾ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക, തിരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ബണ്ണാണ് വേണ്ടത്. ബണ്ണ് നല്ല സെൻറ്റർ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതൊന്ന് പാനിൽ വെച്ചിട്ട് 2 ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിന് നമ്മൾ മയോണീസിൻ്റെ ആ ചേരുവ അതൊന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചതുണ്ട്, അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ തക്കാളി സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ കേബേജിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. കേബേജിൻ്റെ ആ തൊലീൻ്റെ ഇതുണ്ടാവുമല്ലോ അത്. അപ്പോൾ അത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പൊരിച്ചെടുത്ത സംഭവം അതും ഇതിൻ്റെ മേലെ വെക്കുക. പിന്നെ നമ്മൾ ഈ ബണ്ണിൻ്റെ മറ്റേ ഭാഗം അതിന്മേലും കൂടെ ഒന്നും കൂടെ ആ മയോണീസിൻ്റെ ചേരുവ തേച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ കമഴ്ത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് സോസ് ഒഴിച്ച് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ ചുരുങ്ങിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വരിക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ വരിക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഹോട്ടലിൽ നിന്നും തിന്നണ അതേ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.